everyone, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ചിന്റെ പേര് വാട്ടർ ഡിപ്പിംഗ് ചലഞ്ച്. അപ്പോൾ നമ്മൾ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒരു ബുക്കിൽ എഴുതി വെക്കും. നമുക്ക് പൊതുവായിട്ട് കുറേ സ്വഭാവങ്ങൾ കാണും. ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 6 സ്വഭാവമായിട്ടാണ് ഇത് മാച്ച് ആവുന്നത്. അയാളെ നമ്മുടെ ക്യാമറമാൻ ഇവിടെ വന്ന് നിൽക്കും. ക്യാമറമാൻ പിടിച്ച് വെള്ളത്തിൽ മുക്കും. അതാണ് ചലഞ്ച്. അപ്പം നമ്മുടെ മിക്ക സ്വഭാവങ്ങളും കച്ചറ സ്വഭാവങ്ങളൊക്കെ അറിയാവുന്ന ക്യാമറമാനാണ്. അപ്പം ക്യാമറമാനല്ല, ക്യാമറ കിഡ്. അതെ, ക്യാമറ കിഡ് അങ്ങനെ വേണം പറയാൻ. അപ്പം ഞങ്ങൾ ഇതുവരെ ക്യാമറമാനെ കാണിച്ചിട്ടില്ല. അല്ല, ഞങ്ങളുടെ ക്യാമറ കിഡിനെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ ക്യാമറ കിഡിനെ മുക്കിക്കോണേ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വായിക്കാൻ പോണേ. ക്യാമറ കിഡിന് തുടങ്ങി. വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ ഡിമാൻഡ് കാണിക്കുന്നതായിരിക്കും. അതെനിക്കറിയാം ഗൈസ്. നല്ല നന്നായിട്ട് മുങ്ങിക്കോ. കേറിയിരുന്നോ നന്നായിട്ട് കുട്ടി? അതാ നല്ലത്. വെറുതെ ബുദ്ധിമുട്ടാണ്. അല്ല, നന്നായിട്ട് മുങ്ങിയില്ല, നന്നായിട്ട് മുങ്ങിക്കോ. സെറ്റായി ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെറ്റ് ലവർ ആര്? ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കാം. മുങ്ങിക്കോ. നെക്സ്റ്റ് ചോദ്യം. ഐലാൻഡ് പറഞ്ഞു കൂട്ടത്തിൽ എന്താ അത് ഞാൻ അങ്ങനെയായതാ. ഓക്കെ, കൂട്ടത്തിൽ മെച്ചുവേർഡ് ആരാണ്? മുക്ക് ഒരു മിനിറ്റ്, നമ്മളൊന്നുകൂടെ കുറച്ച് റെഡി ആയിട്ട്. എന്റെ ഡ്രസ് ഉൾപ്പെടെ നനഞ്ഞു കേട്ടോ. എന്റെ ഒന്നും അറിയാനില്ല. ഇതൊക്കെ പൊക്കം കിട്ടത്തില്ലെങ്കിൽ ഇവനെ എന്നെ പിടിച്ച് മുക്കാൻ പാടാ. അത് കാരണം അടുത്ത വായിക്കട്ടെ. എനിക്ക് സമയമാണെന്നാ തോന്നുന്നത്. അതല്ല, കൂട്ടത്തിൽ മെച്ചോടാര് വായിച്ചല്ല. അല്ല ഗൈസ്, ഇത് ഞാനല്ലേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പിണങ്ങിപ്പോന്നല്ല. ഇത് അമ്മയ. ആരല്ല താന? ആരാ? ആഹാരം കഴിക്കാത്തതാരാണ്? കിടന്നോ അതിനകത്ത്? എന്റെ ഡ്രസ് മൊത്തം വരഞ്ഞെനിക്ക് എന്താ പോയി. കൂടുതൽ ഷോ ആർക്കാണ്? ക്യാമറ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇപ്പൊ ഒരു എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത് കാരണം നിർത്തി വെച്ച. അടുത്ത ചോദ്യം. ഉപദേശി ആരാണ്? ഇതിന്റെ അകത്ത് മുക്കിയിട്. എന്റെ അഭിപ്രായത്തിൽ ഇയാളെ ഒരു എന്താണ് ബക്കന്റെ അകത്ത് മുക്കിയിടണം. അത്രക്ക് ഉപദേശമാ. ഞാനിനെ നീ കിടക്കിയാ മതി. ഉപകാരിയാര്? മുക്കിക്കോ. ഞാൻ ആർക്കും ഉപകാരം ഒന്നും ചെയ്യാറില്ല. കുളിക്കാത്തതാര്? കുളിക്കാത്തതാരോ? രണ്ടും അങ്ങനെ കുളിക്കാറില്ല. കുളിക്കാറുണ്ട്, പക്ഷെ കുളിക്കാൻ മടിയാ. കുളിക്കാറുണ്ട്. ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്തതാര്? എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയി കൊണ്ടുവന്ന് എനിക്ക് നോക്കിയാലും സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ ഇരിക്കും. മതി. ഏതു നേരവും ടിവിയുടെ മുമ്പിൽ അടയിരിക്കുന്നതാരും. അടുത്ത വായിച്ചു. ഇൻട്രോ എടുക്കുമ്പോൾ തെറ്റിക്കുന്നതാരാണ്? അടുത്തത്. ക്യൂട്ട്നെസ് വാരി വിതറുന്നതാര്? അവന് രണ്ടിനെയും കൊണ്ട് സൈഡാ. എക്സ്ട്രാ നേരം മുങ്ങിയിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് വാരി ഓളിയാണ്. അറിയാണ്ട് സ്വയം പൊങ്ങിയാര്? ഞാനിവിടെ നമ്മൾ
കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്ക് 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻസ് കുറച്ചെടുത്തുള്ളൂ. ഞാൻ വായിക്കട്ടെ. ഒന്നും ചെയ്യാതെ ഇരുന്ന് വാചകം അടിക്കുന്ന കാര്യം. മനസ്സിലായി? അപ്പൊ ഗൈസ് നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്ക് 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻസ് കുറച്ചെടുത്തുള്ളൂ. ഞാൻ വായിക്കട്ടെ. ഒന്നും ചെയ്യാതെ ഇരുന്ന് വാചകം അടിക്കുന്ന കാര്യം. മനസ്സിലായില്ല? മൂക്കിൻ്റെ അകത്ത് വെള്ളം കിടക്കുന്നു. മനസ്സിലായില്ല ഉദ്ദേശിച്ചത്? നെഗറ്റീവ് മാത്രം പറയുന്ന കാര്യം. ആദ്യമായിട്ടാ കഴിച്ച് ഞാനൊരെണ്ണത്തിന് മുങ്ങാതിരിക്കുന്നു. അടുത്തത് ഓരോ കണ്ടന്റുമായി വന്ന് സ്വന്തമായി പണി വാങ്ങുന്ന കാര്യം. ഇപ്പൊ കിട്ടാൻ പോലെ ഇതും ഞാൻ കൊണ്ടുവന്നതാ. സ്വന്തമായി പറഞ്ഞ് സ്വന്തമായി ചിരിക്കുന്ന കാര്യം. കളിച്ചാ നമ്മൾ അടിക്കാൻ എന്നിട്ട് സ്വന്തമായിട്ടും ചിരിക്കും. കളിച്ചാടമേ. അല്ല കാഴ്ച എന്റെ കോമഡി നല്ല കോമഡിയാ. ഞാനേ പറയത്തുള്ളൂ. കേൾക്കണവരോട് പറയണം. ചാനൽ തുടങ്ങാനുള്ള ഐഡിയ പറഞ്ഞത് മതി. മതി. അതവന് ഇഷ്ടം. എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ എനിക്കൊരു സംശയം. ഇങ്ങനെ എന്തോ സ്കിൻ കെയർ ഐഡിയ ഉണ്ടല്ലേ? നമ്മുടെ മുഖം വെളുക്കും. വെള്ളത്തിൽ മുങ്ങി മുങ്ങി വെളുക്കും. ബട്ട് അത് ഐസ് വാട്ടറാണ്. ഞാനിന്റെ അങ്ങേപ്പുറത്തെ വീഡിയോ കാണിക്കുന്നുണ്ട്. വാരി ഇതർന്നു. ഞാനും കൂടെ ഒന്നും പറയുന്നില്ല. ഇത്ര ഉള്ളല്ലോ. എന്താണിത്? ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരാണ്. ടാറ്റ കൊടുക്കണം.